Iqoo Z8x എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Iqoo Z8x എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ Iqoo Z8xൽ 6.64 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ വന്നേക്കാം. പക്ഷേ ഇതിൽ AMOLED ഡിസ്പ്ലേ വരാൻ ചാൻസ് ഇല്ല. LCD പാനലായിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ 120 Hz റിഫ്രഷ് റേറ്റൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്തേക്കാം. പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഈ ഫോണിൽ വന്നേക്കാം. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ snapdragon 6 Gen 1 എന്ന പ്രോസസ്സറായിരിക്കും ഈ ഫോണിൽ വരിക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് അരക്കേടില്ലാത്ത സ്നാപ്ഡ്രാഗണിൻ്റെ ഒരു പ്രോസസ്സറാണ്. 5G സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഈ ഫോണിൽ 12 GB റാം വരെ വന്നേക്കാം. അതുപോലെ തന്നെ 256 GB ഇൻറ്റേർണൽ വരെയും വന്നേക്കാം. 3.5mm മോഡി ജാക്കൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. Android 13 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഇതിൽ വരും. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡുവൽ ക്യാമറ സെറ്റപ്പ് വരാനാണ് സാധ്യത. 50 MP മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ 2 MP ഒരു സെൻസറും വരുന്നതായിരിക്കും. ഇതിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും വരാൻ സാധ്യതയില്ല. പിന്നെ ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറയും വന്നേക്കാം. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 6000 mAh ബാറ്ററിയൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. വളരെ കൂടിയൊരു ബാറ്ററി കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരാൻ സാധ്യതയുണ്ട്. 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ വന്നേക്കാം. Type C ചാർജിംഗ് പോർട്ടായിരിക്കും ഈ ഫോണിൽ വരിക. അത്യാവശ്യം നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഈ ഫോണിൽ വന്നേക്കാം. ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റിയിട്ട് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ പുറത്തു വരുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. എന്നാലും നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫീച്ചേഴ്സൊക്കെ വെച്ച് നോക്കുമ്പം ചിലപ്പം ഈ ഫോണിൻ്റെ വില ഒരു 15,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് വന്നേക്കാം. ചിലപ്പം ഒരു 17,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരെ ഈ ഫോണിൻ്റെ വില എത്തിയേക്കാം. അതിൽ കൂടുതൽ കൂടാനുള്ള ചാൻസ് കുറവാണ്. എന്തായാലും കൺഫർമേഷൻസ് വന്നിട്ടില്ല. ജസ്റ്റ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ഈ ഫോൺ മിക്കവാറും ആദ്യം ചൈനീസ് മാർക്കറ്റിലായിരിക്കും ലോഞ്ച് ചെയ്യുക. അതിനുശേഷം മാത്രമായിരിക്കും ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുക. എന്തായാലും ലോഞ്ചിൻ്റെ കാര്യങ്ങൾ കൺഫേം ആയിട്ടില്ല. Iqoo Z8x എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ വരാൻ പോകുന്നുണ്ട്. തരക്കേടില്ലാത്ത ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. വളരെ നല്ലൊരു പ്രൈസിങ്ങിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും. എന്തായാലും Iqoo Z8x എന്ന സ്മാർട്ട് ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.